ക്രിസ്തീയ വിവാഹത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അടയാളമാണ് വിവാഹമോതിരം. വിവാഹമോതിരത്തെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 22 വാക്യത്തിൽ അബ്രാഹം തൻ്റെ ചാർച്ചക്കാരിൽ നിന്നും തൻ്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കാൻ ഭൃത്യനെ അയച്ചപ്പോൾ ഭൃത്യൻ ഇസഹാക്കിന് ഭാര്യയാകാനുള്ള റബേക്കയെ കണ്ടുമുട്ടിയപ്പോൾ പല സമ്മാനങ്ങൾ കൈമാറുന്നതിനോടൊപ്പം മോതിരവും കൈമാറുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 22 വാക്യത്തിൽ ഇങ്ങനെ പറയും: ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ 1/2 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണമോതിരവും 10 ഷെക്കൽ തൂക്കമുള്ള 2 പൊൻവളകളും അവൾക്ക് നൽകി. എന്നാൽ ബൈബിൾ വിവർത്തനങ്ങൾ പരിശോധിക്കുമ്പം ചിലയിടങ്ങളിൽ കൈമാറിയത് മൂക്കുത്തിയായിരുന്നുവെന്നും കാതിലണിയുന്ന കമ്മലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ മോതിര കൈമാറ്റത്തിലൂടെ അധികാരത്തെയും അന്തസ്സിനെയും സമൂഹത്തിൻ്റെ അംഗീകാരത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും ബൈബിളിൽ മോതിരം കൈമാറുന്നത് ഫറവോ യാക്കോബിൻ്റെ പുത്രൻ ജോസഫിനാണ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 42 വാക്യത്തിൽ ഇങ്ങനെ പറയും: ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. ഇവിടെ മോതിര കൈമാറ്റത്തിലൂടെ അധികാരത്തിൻ്റെ പങ്കുവെക്കലിനെയാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും പുതിയ നിയമത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ധൂർത്തനായ പുത്രൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്ന അപ്പൻ മകൻ്റെ കയ്യിൽ മോതിരം അണിയിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 15 അധ്യായം 22 വാക്യത്തിൽ ഇങ്ങനെ പറയും: പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. ഇവിടെ മോതിര കൈമാറ്റത്തിലൂടെ പിതാവ് തൻ്റെ മകൻ്റെ പുത്രസ്ഥാനം തിരിച്ചു നൽകുന്നതിൻ്റെ സൂചനയുമാണ്. വിവാഹമോതിരം വിവാഹ ഉടമ്പടിയെയും അധികാരത്തെയും നിലയ്ക്കാത്ത സ്നേഹത്തിൻ്റെ കൂദാശയാണ് വിവാഹം എന്നതിൻ്റെയൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. സാധാരണയായി വിവാഹമോതിരം 4ാമത്തെ വിരലിലാണ് പരസ്പരം അണിയിക്കുന്നത്. കാരണം 4ാമത്തെ വിരലിൻ്റെ ഞരമ്പുകൾക്ക് നേരിട്ട് ഹൃദയവുമായി ബന്ധമുണ്ട്. കയ്യിലാണ് വിവാഹമോതിരം അണിയിക്കുന്നതെങ്കിലും 2 ഹൃദയങ്ങൾ പരസ്പരം സ്നേഹം കൊണ്ട് ഒന്നാകുന്നതിൻ്റെ ഉടമ്പടിയെ ഇത് ഓർമ്മിപ്പിക്കുന്നു. റോമൻ പാരമ്പര്യത്തിൽ നിന്നാണ് യഹൂദരും ക്രിസ്ത്യാനികളും വിവാഹമോതിരം കൈമാറുന്ന ചടങ്ങ് സ്വീകരിച്ചത്. 9-ാം നൂറ്റാണ്ട് മുതലാണ് ക്രിസ്ത്യാനികൾ വിവാഹ ചടങ്ങിൽ മോതിരം കൈമാറാൻ തുടങ്ങിയത്. ആദ്യ കാലഘട്ടത്തിൽ സ്ത്രീകളായിരുന്നു മോതിരം ധരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ സ്നേഹബന്ധം നിരന്തരം ഓർക്കാൻ പുരുഷനും സ്ത്രീയും വിവാഹമോതിരം ധരിക്കാൻ തുടങ്ങി. ക്രിസ്തുവാകുന്ന മണവാളൻ സഭയാകുന്ന മണവാട്ടിക്ക് കാൽവരി ബലിയിലൂടെ ജീവൻ നൽകിയ പോലെ പരസ്പര ബലിയായിക്കൊണ്ട് സ്നേഹിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് വിവാഹമോതിരം പരസ്പരം കയ്യിൽ അണിയുന്നതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.